അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുര ഉസ്താദ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ഒരുപാട് വിമർശനങ്ങൾ കാലങ്ങളായി ഉസ്താദിനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഉസ്താദ് ആ വിമർശനങ്ങളെ ഒന്നും വകവെക്കാതെ മുന്നോട്ട് തന്നെ ഗമിക്കുന്നു. തിരിച്ച് ചിന്തിക്കുമ്പോൾ വിമർശിച്ചവർ അതാ ബേജാറാകുന്നു. ഞാൻ ഇതുവരെ വിമർശിച്ചത് എന്തിനു വേണ്ടിയാണ് എന്നവർ ബേജാറിലാകുന്ന അവസ്ഥയാണ് ഇതുവരെ കണ്ടത്. ഇപ്പോഴിതാ ഉസ്താദിനെ ഒരു പുതിയ വിമർശനമായി ഉസ്താദിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ മുസ്ലിമീങ്ങളെല്ലാം ഒറ്റുകൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്താദ് ഇന്ത്യൻ്റെ മുസ്ലിമുകളെല്ലാം സേഫാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്താദ് ഒന്നും അറിയാത്തത് നടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വ്യാപിച്ച് അതിനെ പ്രചരിപ്പിക്കുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഉസ്താദ് എന്താണ് അവിടെ സംഭവിച്ചത്? ഉസ്താദ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വസതിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു ഹിന്ദി ന്യൂസുകാരൻ ഇങ്ങനെ വന്നിട്ട് ഇന്ത്യൻ മുസ്ലിമുകളെല്ലാം സേഫാണോ എന്ന് ചോദിക്കുമ്പോൾ ഉസ്താദ് സേഫാണ് എന്ന് പെട്ടെന്ന് പറഞ്ഞില്ല. മറിച്ച് ഉസ്താദ് പറഞ്ഞത് ഇവിടെ ഒരു തടസ്സവുമില്ല, ഇവിടെ മദ്രസ ഉണ്ടാക്കാൻ പറ്റുന്നു, പള്ളി ഉണ്ടാക്കാൻ പറ്റുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഇന്ത്യൻ മുസ്ലിമുകൾക്ക് ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് അവിടെ പറഞ്ഞിട്ടില്ല. അത് മനസ്സിലാക്കാതെ വെറുതെ ഇങ്ങനെ ഓരോന്ന് പുത്തനാശയക്കാർ ഇങ്ങനെ വളച്ചൊടിച്ച് അതിനെ ഉസ്താദിൻ്റെ വില കുറക്കാൻ വേണ്ടി, ഉസ്താദിനെ വിമർശിക്കാൻ വേണ്ടി ആൾക്കാരിങ്ങനെ കൂട്ടാൻ വേണ്ടി ചില ചാനലുകാർ എന്താക്കുന്നുണ്ട്, അതിനെ വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വലുതാക്കുകയാണ്. ഉസ്താദ് എന്താണ് അവിടെ പറഞ്ഞത്? ഉസ്താദ് പറഞ്ഞത് വളരെ വ്യക്തമാണ്. ഉസ്താദ് ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്കുള്ള ആ സംരക്ഷണമെല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട് എന്നെല്ലാം ഉസ്താദ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഉസ്താദിന് വിമർശനങ്ങൾ എത്രയും നേരിട്ടാലും ഉസ്താദ് അതിന് വകവെക്കാതെ മുന്നോട്ട് തന്നെ. അതുകൊണ്ടാണ് ഇതുവരെ തകരാത്തത്. നേരെ മറിച്ച് ഓരോ വിമർശനങ്ങൾക്കും മറുപടി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോയാൽ എന്താവും? എത്ര ആൾക്കാരാണ് ഇവിടെ വിമർശിക്കുന്നത്, അതിന് കേട്ട് നടന്നാലാവുകയില്ല. കാരണം ഈ ലോകത്ത് കുറേ നമുക്ക് പാഠമുണ്ട്. ഒരു മാവ്, അതിൽ കുറേ മാങ്ങ ഉണ്ടെങ്കിൽ അതിലേക്ക് എല്ലാം കല്ലെറിയും. നേരെ മറിച്ച് ഒരു മാങ്ങയില്ലാത്തൊരു മാവിന് ആരും കല്ലെറിയൂല. അതുപോലെയാണ് ഉസ്താദിന്റെ നന്മകൾ എല്ലാവർക്കും ഉള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ഒരാളെ തകർക്കാൻ വേണ്ടി അസൂയാലികൾ ഇങ്ങനെ ഓരോന്ന് പടച്ചുണ്ടാക്കും. അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തിനുമില്ലാത്ത, ആർക്കും ഒരു ഉപകാരം ചെയ്യാത്ത, ആരും അറിയപ്പെടാത്ത ഒരാളാണെങ്കിൽ എന്ത് ചെയ്യും? അയാൾ ആരും അറിയപ്പെടൂല, ആരും വിമർശിച്ച ആൾക്കും ഒന്നും കിട്ടൂല. അപ്പൊ ഇത്ര വലിയൊരു മഹാനാകുമ്പോൾ അവിടെ വിമർശിക്കുമ്പോൾ ആൾക്കാരെല്ലാം നോക്കുമല്ലോ എന്താണ് വിമർശിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഈ ലോകത്തിന്റെ അവസ്ഥ. അപ്പോൾ ഉസ്താദ് പറഞ്ഞത് വളരെ ഉസ്താദ് ചിന്തിച്ചിട്ടേ പറയുകയുള്ളൂ. ഈ വയസ്സിലും ആരും അതിനൊന്നും പരിഹസിക്കേണ്ട ഒരു കാര്യമില്ല. ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വ്യക്തമായ ന്യായങ്ങളുണ്ടാവും. മനസ്സിലായില്ല? അതിൻ്റെ പൊരുളും അതിൻ്റെ ഹിക്മത്തുകളും ഇനി അറിയണത്ര ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഉസ്താദ് ഈ മുസ്ലിം സമുദായത്തിന് വേണ്ടി എത്രയാണ് ഈ വടക്കേന്ത്യൻ ഇന്ത്യൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്രയോ ആളുകൾക്ക് ഭക്ഷണം ഇല്ലാത്ത ആൾക്ക് ഭക്ഷണം, വീടില്ലാത്ത ആൾക്ക് വീട്, അങ്ങനെ ആർക്കെല്ലാം തുണയാകണം അതിനെല്ലാം തുണയായിട്ടുണ്ട് ഉസ്താദ്. അങ്ങനെ ഒന്നും ഒരു രൂപയുടെ ഉപകാരം പോലും ആർക്കും ചെയ്തു കൊടുക്കാൻ പറ്റാത്ത ചില ആളുകളാണ് ഇങ്ങനെ ഇരുന്നിട്ട് റൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്നു കൊണ്ട് എന്ന് പറയുന്നത് ഉസ്താദിനെ ആക്ഷേപിക്കുന്നത്. റൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്നുകൊണ്ട് അവിടെ ഒരു മൈക്കം വെച്ചുകൊണ്ട് ഇങ്ങനെ ഉസ്താദിനെ പറ്റി പറയുന്നവർ നല്ല മാന്യനായിക്കൊണ്ട് അവനെ കൊണ്ട് ഒരാൾക്ക് ഒരു രൂപയുടെ ഉപകാരം പോലും ഈ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ആളുകളാണ് ഈ റൂമിലിരുന്നു കൊണ്ട് ഇങ്ങനെ ഒരു മൈക്കം വെച്ചിട്ട് ഇങ്ങനെ വ്യൂസ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ വിമർശനങ്ങൾ വിടാനേ. അള്ളാഹു താല അങ്ങനെയുള്ള ശല്യങ്ങളെ തൊട്ടെല്ലാം നമ്മളെ പണ്ഡിതന്മാരെ മഹാന്മാരെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഈ റമദാന്റെ ബർക്കത്തുകൊണ്ട് അള്ളാഹു താല അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ അള്ളാഹു വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് അള്ളാഹു എത്തിക്കട്ടെ. ആരെല്ലാം എന്തെല്ലാം ശത്രുതകൾ എവിടെയെല്ലാം ഉണ്ടോ ആ ശത്രുതകളെല്ലാം അള്ളാഹു മാറ്റി അള്ളാഹു താല നല്ല ഒരു സമാധാന അന്തരീക്ഷം അള്ളാഹു താല തന്നനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തുള്ള എല്ലാ മോമിനികൾക്കും അള്ളാഹു താല അവന്റെ കരുണ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും അള്ളാഹു സംരക്ഷണം നൽകുമാറാകട്ടെ. അള്ളാഹു താല നമ്മുടെ റമദാന് അള്ളാഹു താല നല്ല നിലക്ക് നന്മകൾ ധാരാളം ചെയ്യാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.